Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാനൊരുങ്ങി ജീവധാര ഫൗണ്ടേഷൻ. അങ്കമാലി ചർച്ച് ജംഗ്ഷനിൽ പുതിയ ഓഫീസ് മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. 2012 മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് ജീവധാര ഫൗണ്ടേഷൻ നടത്തിവരുന്നത്. വൃക്കസ്തംഭനത്താൽ ഡയാലിസിസ് നടത്തിവരുന്നവർക്ക് ആശ്രയവും അഭയവുമാണ് ജീവധാര ഫൗണ്ടേഷൻ. വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ 47,000-ലേറെ പേർക്കാണ് ജീവധാര സൗജന്യ ഡയാലിസിസ് നടത്തി നൽകിയത്. 200ഓളം കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പുകളും നടത്തി എന്നതും വലിയ നേട്ടമാണ്. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും ജീവധാര ഫൗണ്ടേഷൻ നേടുകയും ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയപാതയോട് ചേർന്ന് അങ്കമാലി ചർച്ച് ജംഗ്ഷനിലെ സഹകരണ കാർഷിക ബാങ്ക് കെട്ടിടത്തിൽ പുതിയ ഓഫീസ് തുറന്നിരിക്കുകയാണ് ജീവധാര ഫൗണ്ടേഷൻ. ഓഫീസിന്റെയും പുതിയ പ്രവർത്തന പദ്ധതികളുടെയും ഉദ്ഘാടനം മുൻ ഹൈക്കോടതി ജഡ്ജി ബി കമാൽ പാഷ നിർവഹിച്ചു. എങ്ങനെയൊക്കെ നമ്മുടെ കിഡ്നിയെ എങ്ങനെ തിരിച്ചറിയണം, കിഡ്നിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ ലിവർ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അത് ആളുകൾ ആരും ചെയ്യാറുണ്ട് കേട്ടോ. LFT നോക്കി വന്ന് ചിലരെടുത്ത് ചോദിക്കും, പറയും അയ്യോ നല്ല കുടിയന്മാരാണ് കേട്ടോ. ചിലരെടുത്ത് ഞാൻ ചോദിക്കും ഇത് ചെയ്യാറുണ്ട്. അയ്യോ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് വല്ല കുഴപ്പമുണ്ടെങ്കിലോ. ഇതാണ് പ്രശ്നം. ഇത് നോക്കിക്കഴിഞ്ഞ് കുഴപ്പമുണ്ടെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടാതെ ചികിത്സിക്കാം. പക്ഷെ അതിന് തയ്യാറാവത്തില്ല. ഇത് നോക്കുന്ന തന്നെ പേടിയാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷർ മെഷീനൊക്കെ എപ്പോഴും നമ്മൾ ഒരെണ്ണം കഴിവുള്ളവർ, അല്പം അത് വാങ്ങാൻ കഴിവുള്ളവർ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അത് നമുക്ക് കിട്ടും. ബാറ്ററി വർക്ക് ചെയ്യുന്ന സാധനം കിട്ടും, ഇഷ്ടം പോലെ കിട്ടും വാങ്ങാൻ. ആ ഫോറിൻ മെഷീനൊക്കെ നല്ല ജർമ്മൻ മെഷീനൊക്കെ നല്ലത് കിട്ടും. ഒരെണ്ണം വാങ്ങി വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതെന്നെടുത്ത് നമ്മൾ തന്നെ നോക്കണം. BP കറക്റ്റാണോ, സ്റ്റേബിളാണോ. മരുന്നൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടായിരിക്കും. ഞാനൊക്കെ കഴിക്കുന്നത് ഹെവി ഡോസാണ് BP. കാരണം ഇത്രയും വർഷങ്ങളായില്ലേ, ഒന്നും ഏക്കാതെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരും. പക്ഷേ ഇത് നമുക്ക് ആ BP കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഏറ്റവും ആദ്യമുള്ള കാഷ്വാലിറ്റി എന്ന് പറയുന്നത് കിഡ്നിയാണ്, അടിച്ചു പോകാൻ പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതാണ് യഥാർത്ഥത്തിൽ ഈ സാജു ചാക്കോയും ഇതിൻ്റെ ജീവധാരയുടെ പ്രവർത്തകരും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇത് ചെയ്യുന്നിടത്തോടൊപ്പം അതും കൂടെ ചെയ്യാൻ വേണം. അത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത് ചെയ്യണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷനായിരുന്നു. മുൻ MLA PJ ജോയി, നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് സിനി മനോജ്, മുൻ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ തോമസ് വൈക്കത്ത് പറമ്പിൽ, ഡോക്ടർ CK ഈപ്പൻ, ജേക്കബ് കുരുവിള, ജോളി പടയാട്ടിൽ, MP ആന്റണി, റോയ് പൈനാടത്ത്, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.